ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അത്തിയെ ശപിക്കുന്ന ഒരു സംഭവമാണ്. സഭയുടെ ആരാധനകളുടെ സഭാ കലണ്ടർ അനുസരിച്ച് കർത്താവായ യേശു കർത്താവിൻ്റെ ഹോശാന ഞായറാഴ്ചയുടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ നോക്കിയിരിക്കുന്നത്. 12 മുതൽ വിശുദ്ധ മർക്കോസ് 11-12 മുതൽ പിറ്റേന്നാൾ അവർ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ചിരുന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നില്ല ഇല്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരുമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ അതിശയിക്കായി അവർ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യയാവുമ്പോൾ അവൻ നഗരം വിട്ടുപോകും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, യേശു കർത്താവ് അത്തിയെ വിശന്നപ്പോൾ, യേശു കർത്താവിനും ശിഷ്യന്മാർക്കും വിശന്നപ്പോൾ, അത്തിപ്പഴം ലോകത്തിൽ ഏറ്റവും രുചിയുള്ളത് കിട്ടുന്നത് ഇസ്രയേലിലാണ്, യെരുശലേമിലാണ്. അതുപോലെ ടേസ്റ്റ് ഉള്ളത് എങ്ങും കിട്ടുകയില്ല. അപ്പോൾ ശപിച്ചിട്ട് തന്നെ അത്രയും ടേസ്റ്റ് ഇന്നുണ്ടെങ്കിൽ അന്ന് എന്തായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചു പോയത്. അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്നപ്പോൾ പള്ളി കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ, പള്ളി മാത്രമല്ല നമ്മുടെ മേഖലകളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണസംബന്ധമായ കാര്യങ്ങളിൽ അവിശ്വസ്തരായിരിക്കുന്നവർ. ഒരാൾ നമ്മളെ എന്തെങ്കിലും 10 രൂപ തന്നിട്ടിരുന്നത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ബാക്കി 10 പൈസ ഉള്ളെങ്കിലും 9 രൂപ 90 പൈസ ആയി, 10 പൈസ ഉണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞ് കൊടുത്തേക്കണം. കണക്ക് കള്ളം പറയുകയില്ല. ഇത് കള്ളന്മാരായുടെ ഗുഹയാക്കി നമ്മൾ പലതും തീർക്കാറില്ലേ? പള്ളി പോട്ടെ, അല്ലാതെ എല്ലാ കാര്യങ്ങളും ഏത് അവസ്ഥയിലാണെങ്കിലും ആരായിരുന്നാലും ഒരാലയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതം പ്രാർത്ഥിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ ശാപം നമ്മുടെ മേൽ വരരുത്. ആരുടെയും ശാപം നമ്മുടെ മേൽ വരരുത്. ഒരു സാധുവിൻ്റെ ശാപം നമ്മുടെ മേൽ വരരുത്. ആരുടെയും ശാപം നമ്മളുടെ മേൽ വരരുത്. നമ്മൾ നന്മ ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ആവരിച്ച് ദൈവിക ശക്തി, ദൈവിക കൃപ എല്ലാം നിൻ്റെ മക്കൾക്ക് ഒരുപോലെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളുടെ ശാപങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഭത്സിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കള്ളത്തരം കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ക്ഷമിക്കണമേ, പൊറുക്കണമേ. അപ്രകാരം നിൻ്റെ മക്കളുടെ ഭവനങ്ങൾക്ക്, വ്യക്തി ജീവിതങ്ങൾക്ക്, ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന് ഒരു പുതുശക്തിയും ഒരു പുതുബലവും കൊടുത്താട്ട് യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.